ഹലോ ഗായ്സ്, ആർട്ട് വൺ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ ഒരു PC പർച്ചേസ് ചെയ്യുന്ന വ്ളോഗാണ് കേട്ടോ. അതായത് നമുക്കൊക്കെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് എഡിറ്റിങ്ങിനൊക്കെ ഏറ്റവും നല്ല സാധ്യതയുള്ള നല്ല സ്കോപ്പുള്ള ഒരു സംഗതിയാണ് ഈ ഗ്രാഫിക്സ് കാർഡും ഏറ്റവും മികച്ച ഒരു PC സ്വന്തമാക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ എൻ്റെ മകനാണെങ്കിൽ ഒരുപാട് കാലമായിട്ട് അവന് IT ഫീൽഡിലേക്കാണ് കൂടുതൽ താല്പര്യം. ഒരുപാട് കാലമായിട്ട് ആഗ്രഹം പറയുന്നൊരു സംഗതിയാണ് കമ്പ്യൂട്ടർ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിക്കാലത്തെ പറയുന്നതാണ്. അപ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട് SSLC കഴിഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് വാങ്ങിക്കാമെന്നില്ല, പഠിപ്പ് മോശമാവും, അതിലൊക്കെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നമ്മുടെ കോഴിക്കോട് മാവ് റോഡുള്ള, അതായത് കൊറോണേഷൻ തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് റോഡുള്ള മീഡിയ ഫാക്ടറി എന്ന് പറഞ്ഞുള്ള ഒരു ഷോപ്പിലാണ് കേട്ടോ. എന്തുകൊണ്ടും മികച്ച ഒരു ഷോപ്പ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് പോന്നിട്ടുള്ളത്. ഇനി മോണിറ്റർ ആയാലും CPU ആയാലും കീബോർഡ് ആയാലും മൗസ് ആയാലും അതിൻ്റെ ഗാഡ്ജറ്റ്സും ആക്സറീസും ഒക്കെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചതാണെങ്കിലും അതിന് ഓരോ സ്പെസിഫിക്കേഷനൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ PCയുടെ പ്രൊസസ്സർ എന്ന് പറയുകയാണെങ്കിൽ i7 14th Gen ആണ്. 16 GB റാം ഉണ്ട്. ഇതിൽ ഗ്രാഫിക്സ് കാർഡ് ഇൻസ്റ്റാൾ ചെയ്തത് RTX 4060 ആണ്. കൂടാതെ 8 GB VRAM ഉണ്ട്. ഇതിൽ RGB കീബോർഡും മൗസും വരുന്നുണ്ട്. ഇനി നമുക്ക് സോഫ്റ്റ്വെയർ സ്പെസിഫിക്കേഷൻ നോക്കാം. ഇത് 1 TB സ്റ്റോറേജ് ഉള്ളതാണ്. 64-bit പ്രോസസ്സറാണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഇതിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വിൻഡോസ് 11 Pro ആണ്. 24H2 വേർഷനിൽ വരുന്നതാണിത്. ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് 2.10 GHz സ്പീഡ് ഉള്ളതാണ്. ഇതിൽ കീബോർഡ് മൗസ് ANT എസ്പോർട്സ് കോംബോയിൽ വരുന്നതാണ്. പുതിയ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് നമുക്കിപ്പം എഡിറ്റിംഗ് ചെയ്യാൻ അഡോബ് പ്രീമിയർ പ്രോ, അതുപോലെ തന്നെ ആഫ്റ്റർ എഫക്ട്സ്, അഡോബ് ഫോട്ടോഷോപ്പ്, ഇങ്ങനെയുള്ള കുറേ സോഫ്റ്റ്വെയർസ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ ഇപ്പം സാധാരണ ഫോണിലൊക്കെ VN അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക ഇൻഷോട്ട്, കൈൻ മാസ്റ്റർ ഇങ്ങനെയുള്ളൊക്കെ ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണ എഡിറ്റിംഗ് ചെയ്യാറില്ലേ. അപ്പോൾ കൂടുതലും നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ, അല്ലാതെ എന്തെങ്കിലും ബിസിനസ് പ്രൊമോഷനൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള പ്രൊഫഷണലായിട്ട് ചെയ്യണമെങ്കിൽ ഇത്തരം സോഫ്റ്റ്വെയറെ നമ്മൾ സമീപിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ അതിന് പറ്റിയൊരു സോഴ്സായിരുന്നു മീഡിയ ഫാക്ടറി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ കോഴിക്കോടുള്ള മീഡിയ ഫാക്ടറിയായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ അതിൻ്റെ ഫോൺ നമ്പറൊക്കെ ഞാൻ ഇതിൽ കൊടുക്കുന്നതായിരിക്കും. അവിടെയുള്ള സ്റ്റാഫൊക്കെ നല്ല കോപ്പറേറ്റീവ്സ് ആയിരുന്നു. പിന്നെ കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി നമ്മളെ കമൻസിൽ ചോദിച്ചാൽ മതി. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ കൂടാതെ നിങ്ങളുടെ ഇതുപോലെ തന്നെ പലർക്കും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ തന്നെ ഇതുപോലെയുള്ള PCയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാപനമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക.